നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളാക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. മാള അരവിന്ദന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ടി.കെ. ജിനേഷ്. തൃശൂർ ശക്തൻ ആകാശപാതയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. കേച്ചേരി സ്വദേശി അൻസാറിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിയത്. ആളപായമില്ല. രണ്ടാം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാംപറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. മാളാക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന മാളാക്കുളത്തിന്റെ നിലവിലുള്ള പേര് മാറ്റാനുള്ള മാള ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം നിഷേധാത്മകമാണെന്ന് പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് ടി.കെ. ജിനേഷ് പറഞ്ഞു. മാള അരവിന്ദന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഫൗണ്ടേഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഏകദേശം 9-10 വർഷത്തിൽ പിന്നിട്ടിരിക്കുകയാണ്. ആ മാള അരവിന്ദൻ്റെ സ്മാരകം പണിയാൻ കഴിഞ്ഞ 2 ടേമുകളായിട്ട് മാള പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കഴിവുകേട് മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പഞ്ചായത്ത് രാജ് ബില്ല് അവതരിപ്പിച്ച് പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള അധികാരം നൽകിയ വ്യക്തിയുടെ പേര് തന്നെ മാറ്റി വേറെ പേര് ഇടുന്നതിനോട് കോൺഗ്രസ്സിന് എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാളയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പേര് തമസ്കരിക്കുന്നത് LDF ഭരണസമിതിക്ക് ഒരു ശീലമായി മാറിയിരിക്കുക. കെ കരുണാകരൻ്റെ പേരിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, ആ സ്റ്റേഡിയം തകർക്കാനായി തുരങ്കം വെച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വന്നിറങ്ങിയ സ്ഥലം. ഈ കരുണാകരൻ്റെ പിറകുവശത്തായിട്ട് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അവിടെ നിന്നും ഇങ്ങോട്ട് കാറിലേക്ക് വന്ന് ആ തൊട്ടടുത്ത സ്ഥലത്ത് സ്റ്റേജിൽ പ്രസംഗിച്ച ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി, കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിലെ പഞ്ചായത്ത് ഭരണസമിതി മാളക്കുളം നവീകരിച്ച് അത് രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേര് നൽകിയിട്ടുള്ളത്. മാള അരവിന്ദന്റെ പേര് നൽകാനാണ് പഞ്ചായത്ത് അജണ്ടയിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ മാള അരവിന്ദന്റെ പേരിൽ ഒരു സ്മാരകം വേണമെന്ന് 10 വർഷമായി മാള ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിട്ടും അത് നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മുൻ പ്രധാനമന്ത്രിയും പഞ്ചായത്ത് രാജ് നിയമനിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവുമായ രാജീവ് ഗാന്ധി മാളയിൽ എത്തി പ്രസംഗിച്ച സ്ഥലം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് അന്നത്തെ ഭരണസമിതി മാളക്കുളത്തിന് രാജീവ് ഗാന്ധിയുടെ പേര് നൽകിയത്. ആ പേര് മാറ്റി മാള അരവിന്ദന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധം നടത്തുമെന്നും ടി.കെ. ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു. തൃശൂർ ശക്തൻ ആകാശപാതയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. കേച്ചേരി സ്വദേശി അൻസാറിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിയത്. ആളപായമില്ല. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജീഷ് കെ പ്രകാശൻ, ഷാജു, ഷാജി, വിനോദ്, നെൽസൺ, ഹോംഗാർഡ് ബേബി എന്നിവർ ചേർന്ന് തീ പൂർണ്ണമായും അണച്ചു. രണ്ടാം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാംപറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി ദേവകിയെയാണ് കൊലപ്പെടുത്തിയത്. 1999 മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെത്തിയ പ്രതി പിന്നീട് ധ്യാനകേന്ദ്രത്തിന് സമീപത്തെ ചായക്കടയിൽ ജോലി ചെയ്തു. കടയുടമയുടെ വിശ്വാസം പിടിച്ചുപറ്റി സഹോദരിയെ വിവാഹം കഴിച്ചു. ഇവരുടെ സ്വർണവും 6 സെന്റ് സ്ഥലവും സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടെയുണ്ടായ തർക്കത്തിൽ 2011 പ്രതിയുടെ വെട്ടേറ്റ് ഭാര്യ മരിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ 2009 ഒക്ടോബറിൽ കൊരട്ടി പോലീസ് പിടികൂടി. 2011 ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും മുങ്ങി. കൊരട്ടി പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞിരപ്പള്ളിയിലെ പേപ്പർ മില്ലിൽ ജോലി നോക്കുന്ന സമയത്ത് പ്രതിയുടെ വിരൽ അറ്റുപോയിരുന്നു. പ്രതി ESI പെൻഷൻ വാങ്ങുന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി പ്രതി കോട്ടയത്തെ ഓഫീസിൽ എത്താറുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ ആവശ്യത്തിനായി എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്.
പ്രതി 3-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മീഡിയ ടൈം, കൊരട്ടി. ന്യൂ ഇയർ ആശംസ പറയാത്തതിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ആറ്റൂർ സ്വദേശി അക്കരപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന പാപ്പിയെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ചെറുതുരുത്തി പോലീസ് പ്രതിയെ പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ ബൈക്ക് യാത്രികനായ ആറ്റൂർ വളവ് സ്വദേശി 22 വയസ്സുള്ള സുഹൈബിനെ പ്രതി ബ്ലേഡ് കത്തിക്കൊണ്ട് മുഖത്ത് മാരകമായി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. സുഹൈബിന്റെ മുഖത്തും കഴുത്തിലും കയ്യിലുമായി ശരീരത്തിൽ പലയിടത്തും ബ്ലേഡ് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. പാലപ്പള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. 2 ആഴ്ചയ്ക്കിടെ 3-ാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത്. പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്താണ് വ്യാഴാഴ്ച രാവിലെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കൻ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞയാഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്താനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. തൃശൂർ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ആറാട്ടുപുഴ പല്ലിശ്ശേരി അമ്പാടത്ത് വീട്ടിൽ രജീഷ്, പൊറുത്തുശ്ശേരി പുത്തൻതോട് കുന്നമ്പത്ത് വീട്ടിൽ അനൂപ്, പുല്ലൂർ കൊടിവളപ്പിൽ വീട്ടിൽ ഡാനിയൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. രജീഷ് 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 5ഓളം കേസുകളിലും, അനൂപ് വധശ്രമം, കഞ്ചാവ് വിൽപ്പന, കവർച്ച തുടങ്ങി 7ഓളം കേസുകളിലും, ഡാനിയൽ 4 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIGയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ, ചെറുപ്പ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ്, ASI ജ്യോതിഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. മാളാപ്പള്ളിപ്പുറം ഹാപ്പി ബാലവേദിയുടെ വാർഷികവും യുവകലാ സാഹിതി മാളാപ്പള്ളിപ്പുറം യൂണിറ്റ് രൂപീകരണ യോഗവും നടന്നു. റിട്ടയർഡ് AEO KC ജഗജീവൻ ഉദ്ഘാടനം ചെയ്തു. KC സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റഹ്മത്ത് ഷമീർ, AM ഹക്കീം, AV ഉണ്ണികൃഷ്ണൻ, ശ്രീധരൻ കടലായിൽ, ഫാത്തിമ നസ്രിൻ, അതുൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഈ സ്ഥലത്ത് തന്നെ കൊണ്ടാടിയതിൻ്റെ സാക്ഷികളാണ്, അനുഭവസ്ഥരാണ് നമ്മൾ. ഒരു കലാസമിതി, അതും കുട്ടികളുടെ കലാസമിതി, അത് ഉടലെടുത്ത് 50 വർഷം കഴിഞ്ഞ്, അരനൂറ്റാണ്ട് കഴിഞ്ഞ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാളാക്കുളത്തിന്റെ പേര് മാറ്റാനുള്ള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത്. മാള അരവിന്ദന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് TK ജിനേഷ്. തൃശൂർ ശക്തൻ ആകാശപാതയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. കേച്ചേരി സ്വദേശി അൻസാറിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിയത്. ആളപായമില്ല. രണ്ടാം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാമ്പറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.